കഴിവുകൾ എന്താണ് പുറത്തേക്ക് എടുക്കാനുണ്ട് എന്നുള്ളൊരു സാധനം അത് നമ്മുടെ മാത്രം തലയിലുള്ള നമ്മുടെ മാത്രം ആവശ്യമാണ്. ബിയോണ്ട് അൺതിങ്കബിൾ ആണ്. കാരണം 13 വർഷമായിട്ടും ആ ക്യാരക്ടറിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതിന്റെ സെക്കൻഡ് പാർട്ട് വന്നു, തേർഡ് പാർട്ട് ഇറങ്ങാൻ പോകുന്നു. പിന്നെ അതുപോലെ എനിക്ക് കണ്ടപ്പോൾ ശരിക്കും തോന്നിയത് നമ്മൾ പണ്ട് ചട്ടമ്പി കല്യാണി സിനിമയൊക്കെ കേട്ടിട്ടുണ്ട്. വെട്ടി ഇറച്ചി വെട്ടി തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ രീതിയിൽ കത്തി പിടിക്കണം, ഞാൻ പറഞ്ഞില്ലേ, ലേയേഴ്സും ഷെയ്ഡ്സും ഉള്ള ഒരു കഥാപാത്രവും സിനിമയാണത്. അത്രയും നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ഓർമ്മകളിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അതായത് സിനിമയിൽ എന്നെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. ലുക്കിൽ കുറച്ച് വ്യത്യാസം വരുത്തുക, അതായത് വളരെ വൃത്തികെട്ട ലുക്കിലേക്ക് പോകാന്നുള്ളൊരു ഓൺ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മൾ ഓഫ് സ്ക്രീനിലെ നേരെ ഓപ്പോസിറ്റ് കാണാനായിരിക്കും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുക. ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് ദൈവം എങ്ങനെയെങ്കിലും ശരിയാവണേന്ന് വിചാരിച്ചേക്കുന്നത് ഈ ഫയർ ചെയ്യുന്ന ആ ഒരു സമയത്താണ്. അത് നല്ല സൗണ്ടിൽ അത് പൊട്ടുന്നത്. കാരവൺ ഇറങ്ങി വരുമ്പോൾ തന്നെ ക്യാരക്ടറായിട്ട് ഇറങ്ങി വരുന്നത്. സാധാരണ സിനിമകൾ നമ്മൾ കാണുന്നത് ആസ് ആൻ ആക്ടർ നമ്മളായിട്ട് വരുന്നതാണ്. ഹായ് ഹലോ, വെൽക്കം ടു സൈബർ സിസ്റ്റംസ് ഓസ്ട്രേലിയ. റേച്ചൽ എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഹണി റോസ് ആൻഡ് റോഷൻ. രണ്ടുപേർക്ക് നമസ്കാരം. നമസ്കാരം. ശരിക്കും പോത്തുചോയുടെ മകൾ റേച്ചൽ അല്ലെ, അതാണ് നമുക്ക് ഈ ഒരു ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാകുന്നത്. ഒരു പ്രണയവും അതുപോലെ രക്തച്ചൊരിച്ചിലും സംഘടനകളൊക്കെ ആയിട്ടുള്ള നിറഞ്ഞാടുന്ന ഒരു ഹണി റോസിനെ നമ്മൾ ട്രെയിലറിൽ കണ്ടത്. ശരിക്കും ഈ ഒരു സിനിമ പ്രേക്ഷകർക്ക് എന്താണ് നൽകാൻ വേണ്ടി പോകുന്നത്? ഇതൊരു കംപ്ലീറ്റ് ഒരു എന്റർടൈനർ ആയിരിക്കും. എല്ലാ പ്രേക്ഷകർക്കും ഒരേപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു കൊമേഴ്ഷ്യൽ മൂവിയാണ്. ഒരു പ്രോപ്പർ ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് ആയിരിക്കും. ഒരു ആക്ഷൻ ത്രില്ലർ എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് വിളിക്കാം അല്ലേ, അങ്ങനത്തെ ഒരു മൂവിയാണിത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ അടുത്ത കാലത്ത് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല അടുത്ത കാലത്ത് നല്ല എനിക്ക് കിട്ടിയ ഏറ്റവും നല്ലൊരു കഥാപാത്രം തന്നെ എനിക്ക് പറയാൻ പറ്റും. റേച്ചൽ. ആനന്ദിനി എൻ്റെ അടുത്ത് ഫസ്റ്റ് ഈ സ്റ്റോറി ലൈൻ പറയുമ്പം അതൊരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. രാഹുൽ മണപ്പാട്ട് എഴുതിയിട്ടുള്ള ഒത്തിരി അംഗീകാരങ്ങൾ നേടിയിട്ടുള്ള ഒരു ഷോർട്ട് സ്റ്റോറി ആയിരുന്നു അത്. അത് കഴിഞ്ഞിട്ടാണ് അത് സ്ക്രിപ്റ്റായിട്ട് ഡെവലപ്പ് ആവുന്നതും. അപ്പോൾ ആ ജേർണി മുഴുവൻ ഞാനും ആനന്ദിനിയും ഈ ഒരു ഹോൾ ടീമും ഉണ്ടായിരുന്നു. അപ്പോൾ അത് സിനിമയെ പറ്റി എനിക്കറിയാം, അതിലെ കഥാപാത്രങ്ങളെ പറ്റി അറിയാം, റേച്ചലിനെ പറ്റി അറിയാം. ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലാത്ത അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ചെയ്യാത്ത കുറേ കാര്യങ്ങൾ, നമ്മൾ ഇപ്പം ഇറച്ചി വെട്ടുന്ന കാര്യമായാലും അല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് നാടൻ തോക്കുകൾ നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ കാട് കൂടി ഒരു വലിയൊരു ഒരു പ്രാധാന്യം അർഹിക്കുന്ന ഒരു കഥാപാത്രം തന്നെ വിളിക്കാം ചെയ്തിട്ടുള്ളൊരു സിനിമയാണിത്. അപ്പം അതൊക്കെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അല്ല, ഇപ്പോൾ ഈ ഒരു കഥാപാത്രം ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ ഈ ഒരു സിനിമയുടെ സ്റ്റോറി കേൾക്കുന്ന സമയത്ത് ശരിക്കും ഒരു ചലഞ്ചിങ് ആയിരിക്കില്ലേ? ഇതിനു മുൻപ് ഇതേപോലത്തെ ഒരു ക്യാരക്ടർ ചെയ്തിട്ടില്ല. അപ്പോൾ അത് എത്രത്തോളം ചലഞ്ചിങ് ആയിരുന്നു? സ്റ്റോറി കേട്ട സമയത്ത് ഡെഫിനറ്റ്ലി, ബിക്കോസ് അതിൻ്റെ ആ ഒരു ചെറുകഥ അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിട്ടേൺ ചെയ്തേക്കുന്ന ഒരു രീതി തീർത്തും വ്യത്യസ്തമായിരുന്നു. നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാനോ അല്ലെങ്കിൽ എന്താ പറയുക, ഭയങ്കര ഇൻറ്റൻസ് ആയിട്ടുള്ള ഭയങ്കര ഡെപ്ത് ഉള്ള ഒരു ഷോർട്ട് സ്റ്റോറി അല്ലെങ്കിൽ ഈവൻ സ്ക്രിപ്റ്റ് ഡെവലപ്പ് ചെയ്തപ്പോഴും അങ്ങനെയായിരുന്നു. സോ എനിക്ക് എൻ്റേതായ കൺസേൺസ് ഉണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഈ പറഞ്ഞ പോലെ കോസ്റ്റ്യൂമും ആ ലുക്ക് ടെസ്റ്റും ഒക്കെ ഉണ്ടായിരുന്നു. ഒരു ഫോട്ടോഷൂട്ട് ഞങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് മുമ്പ് വീട്ടിൽ വന്നപ്പോഴും ഞങ്ങൾ ജസ്റ്റ് ആ കോസ്റ്റ്യൂമൊക്കെ ഒന്ന് ഇട്ട് ഓക്കെ ആണോ, 1-2 ഡയലോഗ്സ് ഒക്കെ ഞങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കി. അപ്പം അത് കഴിഞ്ഞപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് വന്നു. ഐ ക്യാൻ ഡു ഇറ്റ് എന്നുള്ള ഒരു ഫീല് അത് കഴിഞ്ഞിട്ടാണ് കിട്ടിയത്. ദെൻ ഈ പറഞ്ഞ പോലെ ആനന്ദിനിയുടെയും പിന്നെ എബ്രിഡ് ഷൈൻ സാറിൻ്റെ അദ്ദേഹത്തിൻ്റെ ഈ സിനിമയിലുള്ള ഒരു പ്രാധാന്യം എടുത്ത് പറയേണ്ടതാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും അദ്ദേഹത്തിൻ്റെ ഒരു ഗൈഡൻസ് ഭയങ്കരമായിട്ട് കിട്ടിയിട്ടുള്ള ഒരു സിനിമയാണിത്. അപ്പം അദ്ദേഹം ഈ മൈന്യൂട്ടായിട്ടുള്ള എക്സ്പ്രഷൻസ് അല്ലെ ഡയലോഗ് ഡെലിവറി അതൊക്കെ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടും ഒതൻറ്റിക് ആയിട്ടും സംസാരിക്കണം എന്ന് പറയുകയും അത് പറഞ്ഞ് മനസ്സിലാക്കി തരികയൊക്കെ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം. അപ്പോൾ അത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ സിനിമയ്ക്ക്. അതെ. പിന്നെ അതുപോലെ ഡയറക്ടർ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ടൊരു സിനിമ ചെയ്യുകയാണ്, അതും നമ്മുടെ ഒരു സ്ത്രീ തന്നെയാണ് ഒരു സിനിമ ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെതായിട്ടൊരു പ്രത്യേകത ഈ സിനിമയ്ക്ക് ഉണ്ടാവില്ലേ ശരിക്കും പറഞ്ഞാൽ? യെസ്, അതിൻ്റെതായ ഒരു പ്രത്യേക ഒരു ഹാപ്പിനെസ് ആയിരുന്നു നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത്. കാരണം ഒരു സ്ത്രീ ഒരു ഡയറക്ടറായിട്ട് മുമ്പോട്ട് വരിക എന്ന് പറഞ്ഞാൽ അതൊരു ഈസി ആയിട്ടുള്ള ഒരു ജോബ് അല്ല. മറ്റു പല മേഖലകളിലും കുറച്ചും കൂടി എന്താ പറയുക, നമുക്ക് ഇപ്പം ആക്ടിങ് ആയാലും അല്ലെങ്കിൽ സിനിമയുടെ മറ്റു മേഖലകളിലൊക്കെ പ്രാധാന്യം നമ്മൾ കൂടുതൽ കണ്ടിട്ടുണ്ടെങ്കിലും സ്ത്രീ സംവിധായിക എന്നുള്ള രീതിയിൽ വളരെ കുറച്ച് ആളുകൾക്ക് മാത്രമേ മുമ്പോട്ട് എത്തിപ്പെടാൻ കഴിഞ്ഞിട്ടുള്ളൂ. സോ ആനന്ദിനി മുമ്പോട്ട് വരുമ്പോൾ അവരെടുത്തേക്കുന്ന ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്നത് തന്നെ അത് എനിക്ക് തോന്നുന്നു ഭയങ്കര ഒരു ബ്രേവ് ആയിട്ടുള്ള ഒരു അറ്റംപ്റ്റ് ആണ് അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത്. അതും ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ട് അവരത് എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡ് അത്രയും കാലിബർ ഉള്ള, ഉള്ളിൽ സിനിമയോട് പാഷനും ആ ഒരു ഫയറും ഒക്കെ ഉള്ള ഒരു ആളാണ് ആനന്ദിനി. യെസ്. അതെ. അപ്പോൾ നമുക്ക് സിനിമ ഇനി വരും റിലീസാകുമ്പോൾ നമുക്ക് ശരിക്കും അതിൻ്റെ ഒരു ലെയറൊക്കെ നമുക്ക് കാണാൻ പറ്റില്ലേ ശരിക്കും പറഞ്ഞാൽ. അതൊരു റോഷൻ്റെ ഉണ്ടാവും. ഇതിലത്തെ ഒരു ക്യാരക്ടർ നമ്മൾ ട്രെയിലർ കാണുന്ന സമയത്ത് ഒരു പ്രണയത്തിൻ്റെ
ക്യാരക്ടറിന്റെ അല്ലെങ്കിൽ ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ നമ്മൾ ആ സിനിമയിൽ കാണുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഈ സിനിമയിലെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്? എൻ്റെ ക്യാരക്ടറുടെ പേര് നിക്കോളാസ് എന്നാണ്. ഒരു റൂറൽ ഒരു പയ്യനാണ്. ഒരു ജോലി തേടി വരുന്ന, ആരും ഇല്ലാത്ത ജോലി തേടി വരുന്നൊരു പയ്യനായിട്ടാണ് ഇതിൽ ഞാൻ വരുന്നത്. ഇതിൽ പോത്ത് ചെയ്തത് റീച്ചലിൻ്റെ അച്ഛൻ്റെ ക്യാരക്ടർ ബാബുരാജ് ചേട്ടൻ്റെ ശിഷ്യനായിട്ടാണ് ഞാൻ ഇതിൽ അഭിനയിച്ചിരിക്കുന്നത്. അങ്ങനെ അവരുടെ ഫാമിലിയിൽ അറിയാതെ ഇൻവോൾവ് ആവുകയും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് ഇൻസിഡൻസുമാണ് എൻ്റെ ക്യാരക്ടർ. അപ്പോൾ ഈ ക്യാരക്ടറിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിലെ മേക്ക് ഓവർ എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോൾ ട്രെയിലർ കണ്ടുമ്പോൾ മനസ്സിലായിട്ടുണ്ടാവും, എൻ്റർലി ഡിഫറെൻ്റ് ആണ്. ഇവിടുത്തെ വെച്ച് നോക്കുമ്പോൾ എൻ്റർലി ഓപ്പോസിറ്റ് ആണ്. അപ്പോൾ അതൊരു ചലഞ്ചിങ് ആയിരുന്നു. കാരണം നമ്മളെല്ലാ ആർട്ടിസ്റ്റുകളും ആക്ടേഴ്സിനും താല്പര്യം ഉണ്ടാവുക നമ്മളെ ഓൺ സ്ക്രീനിൽ കാണുമ്പം നമ്മൾ ഓഫ് സ്ക്രീനിലെ നേരെ ഓപ്പോസിറ്റ് കാണാനായിരിക്കും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടാവുക. നമ്മൾ ആ പൊട്ടൻഷ്യൽ എങ്ങനെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുക അപ്പോഴാണ് നമുക്ക് മനസ്സിലാവുന്നത്. അപ്പം അങ്ങനെ കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. പരമാവധി ബ്യൂട്ടിഫുൾ ആയിട്ട് റോഷൻ ചെയ്തിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നു ഞങ്ങൾ തമ്മിലുള്ള ആ ഒരു കെമിസ്ട്രിയും ഭയങ്കര രസമായിട്ട് വന്നിട്ടുണ്ട്. മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ആയാലും റോഷന്റെ ആ ഒരു ലുക്കും ഒക്കെ പ്രത്യേകിച്ചൊരു നമുക്ക് ഇഷ്ടപ്പെട്ടെന്നൊരു ഇഷ്ടം തോന്നുന്ന ഒരു ഒരു കഥാപാത്രത്തിനോട് ഒരു ഇഷ്ടം നമ്മൾ ആ ഒരു പല സീനുകളിലും ഇങ്ങനെ മിന്നി പറഞ്ഞു പോകുന്നുണ്ട്, ആ ഒരു ക്യാരക്ടറിൽ പോകുന്നുണ്ട്. പിന്നെ അതുപോലെ നമ്മളെപ്പോഴും ഇപ്പൊ വരുന്ന പറഞ്ഞ ക്യാരക്ടറാണ് എപ്പോഴും നമ്മൾ ഓർമ്മിക്കുന്നത് ദൃശ്യത്തില്. പക്ഷെ ഈ ഒരു സിനിമയിലോട്ട് എങ്ങനെയാണ് വരുന്നത്? അല്ലെങ്കിൽ ആ ഒരു സിനിമയ്ക്ക് ശേഷം കുറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാലും ഈ ഒരു സിനിമയിൽ ഇത്ര ശക്തമായ കഥാപാത്രം വരുന്നത് എങ്ങനെയായിരുന്നു? എനിക്ക് തോന്നുന്നത് ഇപ്പം ദൃശ്യത്തിന്റെ ഒരു ഔട്ട്പുട്ട് എന്ന് പറയുന്നത് നമ്മളൊരു സിനിമയിൽ ഒരു കഥാപാത്രം ചെയ്തിട്ട് ആ ക്യാരക്ടർ അങ്ങോട്ട് വളരുക, അതായത് ബിയോണ്ട് അൺതിങ്കബിൾ ആണ്. കാരണം 13 വർഷമായിട്ടും ആ ക്യാരക്ടറിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അതിന്റെ സെക്കൻഡ് പാർട്ട് വന്നു, തേർഡ് പാർട്ട് ഇറങ്ങാൻ പോകുന്നു. അപ്പം അതൊക്കെ ആ ക്യാരക്ടറിനെ കൊണ്ട് ഉണ്ടായത്. അതായത് ഞാൻ മനസ്സിലാക്കുന്നത് ആസ് എൻ ആക്ടർ നമുക്ക് എപ്പോഴും ഓപ്പർച്യൂണിറ്റിയാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പം എന്നെ ഇതിൽ ആദ്യം വിളിക്കുന്നത് ബാദുക്കയായിരുന്നു, ഇതിൻ്റെ പ്രൊഡ്യൂസർ. അപ്പം ബാദുക്ക പറഞ്ഞു ഇങ്ങനെ ഒരു പരിപാടി ഉണ്ട്, നല്ല പരിപാടിയാണ്, ആനന്ദിനി എന്ന് പറയുന്ന ഒരു പുതിയൊരു ഡയറക്ടർ, ഒരു സംരംഭമാണ്, അബ്ദുൾ സാറാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത്. അപ്പം എനിക്ക് ഷൈൻ ചേട്ടൻ എനിക്ക് നേരത്തെ അറിയാം, കാരണം ഞങ്ങൾ എൻ്റെ ഫസ്റ്റ് മൂവിയിൽ മുതലുള്ള പരിചയമായിരുന്നു. അപ്പം അതിനുശേഷം ഷൈൻ ചേട്ടനെ കോൺടാക്ട് ചെയ്യും. ഷൈൻ ചേട്ടൻ പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നീ ഒന്ന് വന്ന് കാണുന്നു പറഞ്ഞപ്പോൾ ഞാൻ പോയി കണ്ടപ്പോൾ എൻ്റെ ഷൈൻ ചേട്ടനെ കാണുന്നത് 5-6 വർഷം മുന്നെയാണ്. അപ്പോൾ ആ ലുക്ക് ഇപ്പോഴത്തെ ഒരു ഇത് ഒരുപാട് വ്യത്യാസം ഉണ്ടായി. ഷൈൻ ചേട്ടൻ പറഞ്ഞ കൊള്ളാലോ പരിപാടി, നമുക്ക് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്, നീ ചെയ്ത് നന്നാവും, ഹണിയുടെ പേരാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ തന്നെ ഭയങ്കര ത്രില്ലായിരുന്നു. കാരണം നമ്മൾ ഇത്രയും വലിയൊരു സീനിയർ ആർട്ടിസ്റ്റിന്റെ പേരാവെന്ന് പറയുന്നത് നമുക്കും ഒരു പ്ലസ് ആണ്. കാരണം നമ്മൾ കൂടുതലും ചെയ്യേണ്ട ആവശ്യം വരില്ല, കാരണം ആ ഒരു ഫ്രെയിമിൽ 2 പേരുണ്ടെങ്കിൽ തന്നെ അത് ഓട്ടോമാറ്റിക്കലി അത് കൺവേ ആവും. അപ്പം അതൊരു ഭയങ്കര ഒരു പോസിറ്റീവ് ആയിരുന്നു. പിന്നെ ഇതിനു വേണ്ടിയിട്ട് എനിക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഹോംവർക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് എൻ്റെ ലുക്കിൽ കുറച്ച് വ്യത്യാസം വരുത്തുക, അതായത് വളരെ വൃത്തികെട്ട ലുക്കിലേക്ക് പോവാന്നുള്ളൊരു റോ ആണ്. മുടിയൊന്നും ചെയ്യാതെ അലസനായിട്ട് ഒരു ലുങ്കിയെ കൊടുത്തിട്ട് ഭംഗിയുണ്ട്. അത് എന്നെ പലരും അതെ ഇപ്പം ട്രെയിലർ ഇറങ്ങിയ സമയത്ത് എൻ്റെ അടുത്ത് പലരും പറഞ്ഞു, നിന്നെ കറപ്പിച്ചല്ലോ, നിന്നെ ഇപ്പം കാണുന്ന നീയേ അല്ലല്ലോ. ഞാൻ അതായിരുന്നു എനിക്കിഷ്ടം. അത് നിങ്ങൾ പറയുമ്പോൾ അത് എനിക്ക് കിട്ടുന്ന ഒരു അംഗീകാരമാണ്. സത്യം പറഞ്ഞാൽ എനിക്കും അങ്ങനെ കാണാനാണ് ഇഷ്ടം. ബിക്കോസ് അതിനൊരു പ്രത്യേക ഒരു സൗന്ദര്യമുണ്ട്. പിന്നെ നമ്മൾ ആ ഒരു ക്യാരക്ടറിനനുസരിച്ചിട്ട് ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ മാറ്റുമ്പോഴാണ് ആൾക്കാർക്ക് അത് സ്വീകാര്യമാവുന്നത് എപ്പോഴും. അപ്പൊ അതുപോലെ തന്നെ ഹണി ചേച്ചിയുടെ ഏറ്റവും പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ പല പല ഇമോഷൻസ് വരുന്നുണ്ട്. ഇപ്പൊ പ്രണയമായാലും അതുപോലെ തന്നെ പക, അതുപോലെ പല സംഘടനകളൊക്കെ. ഇതിൽ എന്തൊക്കെ പ്രിപ്പറേഷൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നേ? ഇറച്ചി വെട്ടുകാരിയാണ് ആദ്യം തന്നെ പറയുമ്പോൾ. അപ്പൊ പുള്ളിക്കാരി അത് വർഷങ്ങളായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്, അല്ലെ അപ്പൻ ഒക്കെ ആയിട്ട് ചെയ്തു വരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അതിനുവേണ്ടിയുള്ള ഒരു ട്യൂഷൻ എങ്ങനെ ഇറച്ചി വെട്ടാം എന്നുള്ളത്, അതൊരു എനിക്ക് തോന്നുന്നു 3-4 ദിവസം ഞാനും രാധികയും ഒക്കെ ഇറച്ചി വെട്ടി തന്നെ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഏതൊക്കെ രീതിയിൽ കത്തി പിടിക്കണം, നല്ല വെയിറ്റ് ഉള്ള കത്തിയാണ്. അപ്പൊ അത് പിടിക്കുന്ന രീതി, പിന്നെ അത് കട്ട് ചെയ്യുന്ന പീസസിന്റെ വലിപ്പം, കാര്യങ്ങൾ ഓരോ ഇപ്പം ഓരോ കുക്കിങ്ങിനും ഡിഫറെൻ്റ് ആയിട്ടുള്ള പീസസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. സോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ടായിരുന്നു. ദെൻ ഈ പറഞ്ഞ പോലെ തോക്ക് കൈകാര്യം ചെയ്യുന്നത്, തോക്കും നാടൻ തോക്കാണ്. അപ്പം നല്ല വെയിറ്റ് ഉള്ള തോക്ക്, അതെടുത്ത് കറക്റ്റായിട്ട് വെച്ചിട്ട് അത് ഫയർ. എനിക്ക് ഏറ്റവും പേടിയുള്ള, ഞാൻ ഏറ്റവും ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ച് ദൈവം എങ്ങനെയെങ്കിലും ശരിയാവണേന്ന് വിചാരിച്ചിരിക്കുന്നത് ഈ ഫയർ ചെയ്യുന്ന ആ ഒരു സമയത്താണ്. അത് നല്ല സൗണ്ടിൽ അത് പൊട്ടുന്നതും. നമ്മൾ ഈ ആറ്റിറ്റ്യൂഡ് എല്ലാം പിടിച്ചിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ മുഖത്ത് ആ പേടി വരാൻ പാടില്ല. പക്ഷെ ഞാൻ എപ്പം എനിക്ക് തോന്നുന്നു ഇപ്പൊ 1 പേജ് 2 പേജ് ഡയലോഗ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ സിംഗിൾ ടേക്കിലേക്ക് ഓക്കെ ആവും. മാക്സിമം 2 or 3 ടേക്സ്. ഈ തോക്ക് പിടിച്ച് ഡയലോഗ് ഇല്ലെങ്കിൽ തോക്കിന്റെ പരിപാടിയായിരുന്നു. ഒരുപാട് ടേക്സ്. അത് ഭയങ്കര പ്രശ്നം പിടിച്ചതായിരുന്നു. പിന്നെ പോത്ത്, കുറെ പോത്തുകളുണ്ട്. എനിക്കൊന്നും പോത്തും ഭയങ്കര പ്രാധാന്യമുള്ള ഒരു കഥാപാത്രം ചെയ്തിട്ടുണ്ട് ഈ സിനിമയിൽ. അപ്പം അതിൽ ചിലതൊക്കെ ഈ
ഹൈദരാബാദിൽ നിന്നൊക്കെ ഒരു കണ്ടെയ്നറിലൊക്കെയാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് വന്ന് ചിലതൊക്കെ ഇടഞ്ഞിട്ടുള്ള പോത്തുകളുണ്ട്. അത് നമ്മുടെ സെറ്റിൽ തന്നെ പലർക്കും അപകടം പറ്റിയിട്ടുണ്ട്. അത് വന്ന് ഇടിച്ചും കൈ ഫ്രാക്ചർ ആവുകയും ഒക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിന്റെയൊക്കെ ഇത് ഏതാണ് പ്രശ്നക്കാരെന്നൊന്നും നമുക്കറിയില്ല. ഇതിന്റെ ഇടയിൽ കൂടെ നടന്നിട്ട് വേണം ഈ ഡയലോഗ് പറയാനും പെർഫോം ചെയ്യാനും ഒക്കെ. അതൊക്കെ കുറച്ച് ഭയങ്കര ടെൻഷനുള്ള കാര്യങ്ങളായിരുന്നു. മനുഷ്യർ മാത്രം ഉള്ളായിരുന്ന സമയത്താണ് മനസ്സമാധാനമായിട്ട് വർക്ക് ചെയ്യുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനപ്പുറം ഇനി എന്ത് വന്നാലും ഇത് നേരിടാൻ പറ്റുന്ന മനസ്സിലായി. ഇതിൽ ഓൾമോസ്റ്റ് എല്ലാ പരിപാടിയാണ് ചെയ്തിട്ടുണ്ട്. എക്സ്ട്രീം ഒരു ആർട്ടിസ്റ്റിന് വേണ്ട ഈ അൺജനറൈസ്ഡ് എല്ലാ കാര്യങ്ങളും അത്യാവശ്യം അതെ എല്ലാ സൈഡിൽ കൂടിയും ഒന്ന് എക്സ്പെരിമെന്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടല്ലേ. പിന്നെ അതുപോലെ എനിക്ക് കണ്ടപ്പോൾ ശരിക്കും തോന്നിയത്, നമ്മൾ പണ്ട് ചട്ടമ്പി കല്യാണി സിനിമയൊക്കെ കേട്ടിട്ടുണ്ട്. ഇപ്പൊ എനിക്ക് ഈ ഒരു ക്യാരക്ടർ ഏത് കാലഘട്ടം അല്ലെങ്കിൽ ഏതൊരു പ്രദേശമാണ് ശരിക്കും നമ്മൾ കാണിക്കുന്നത് സിനിമയിൽ? ഒരു 70s എന്നൊക്കെയുള്ള ഒരു കാലഘട്ടം ആയിരിക്കും കാണിക്കുന്നത്. നമ്മളിപ്പോ ഷൂട്ട് ചെയ്തേക്കുന്നത് പാലക്കാടാണ്. നെല്ലിയാമ്പതി ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഒരു ഹൈ റേഞ്ച് മേഖലയാണ് നമ്മൾ കാണിച്ചേക്കുന്നത്. കാടും മനുഷ്യരും വേട്ടക്കാരും ഒക്കെയുള്ള. ഇപ്പം വേട്ടക്കാരുടെ യുനോ അവരുടെ ഒരു ലൈഫും അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങളും ഒക്കെ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ട് അതിൻ്റെ അത് കാണിച്ചേക്കുന്നത്. അതിന് നമ്മൾ ശരിക്കും ഈ വേട്ടയ്ക്ക് പോകുന്ന ആളുകളെ വിളിച്ച് അവരുടെ ലൈഫ് എക്സ്പീരിയൻസുകളൊക്കെ കേട്ട് അവർ ചെയ്യുന്ന ഈവൻ അതിൻ്റെ ഡയലോഗ്സ് പോലും അങ്ങനെ തന്നെയാണ്. എല്ലാ കാര്യത്തിലും ഉണ്ടായിരുന്നു. ഇതിൽ ഏതൊക്കെ കഥാപാത്രങ്ങൾ വരുന്നുണ്ടോ അവരുടെ ജീവിത പശ്ചാത്തലം എങ്ങനെയാണോ അതൊക്കെ റിയൽ ആയിട്ടുള്ള ആളുകളെ കൊണ്ടുവന്ന് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ട് മനസ്സിലാക്കി അങ്ങനെ ചെയ്തേക്കുന്ന ഭയങ്കര റോ ആയിട്ട് ചെയ്തേക്കുന്ന ഒരു സിനിമയാണ്. അല്ല, അത് ശരിക്കും നമുക്ക് ആ സിനിമയിൽ കാണുന്നുണ്ട്. ആ ഒരു റോനെസ്സും ആ ഒരു ലുക്കിൽ തന്നെ നമുക്കത് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ റോഷൻ ചേട്ടന്റെ ഇതില് ഇപ്പൊ ചന്തു ചേട്ടന്റെ ക്യാരക്ടറും ഇതേപോലെ തന്നെ ഒരു പ്രണയം കാണിക്കുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബാക്കിയുള്ള ആർട്ടിസ്റ്റുകളുടെ കാര്യങ്ങളൊക്കെ ഒന്ന് പറയും. ഇപ്പൊ അവര് ഇതിലില്ലാത്തത് കൊണ്ട് നമുക്ക് അവരെ പറ്റിയിട്ടൊന്ന് പറയണല്ലോ. ഇതിൽ കുറെ സീനിയർ ആക്ടേഴ്സ് ഉണ്ട്. മെയിനായിട്ട് ബാബുരാജേട്ടനാണ് ലീഡായിട്ട് ചെയ്യുന്നത്. പിന്നെ ചെയ്തത് വിനീത് തട്ടിലുണ്ട്. പിന്നെ ചന്തു സലീംകുമാർ ഉണ്ട്. ഇപ്പൊ ചന്തു ഇപ്പോഴത്തെ ലൈം ലൈറ്റിൽ നിൽക്കുന്ന ഒരു ആക്ടറാണ്. ചന്തു ബിസിയാണ്, ഷൂട്ടിംഗ് ഷെഡ്യൂളായിട്ട് ബിസിയാണ്. രാധികയുണ്ട്, ജാഫർ ഇടുക്കി ചേട്ടനുണ്ട്, പോൾ ചേച്ചിയുണ്ട്. ആൻഡ് അങ്ങനെ ഒത്തിരി ഇതല്ല. പിന്നെ ഈ പറഞ്ഞ പോലെ ഇതിലത്തെ ചെറിയ ചെറിയ ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്തേക്കുന്നത് റിയൽ ആയിട്ടുള്ള ഈ പോത്ത് കച്ചവടം ചെയ്യുന്ന ആളുകളും അല്ലെങ്കിൽ അങ്ങനെ വേട്ടക്കാരും ഒക്കെയാണ് ചെയ്തേക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെ ആ ഒരു അവരുടെ ഒപ്പം അഭിനയിക്കുമ്പോൾ ഭയങ്കര രസമാണ്. നമുക്ക് ആ ഒരു നോർമൽ ഒരു നമ്മളൊരു പോളിഷ്ഡ് ആയിട്ടുള്ള ഒരു ആക്ടറുടെ രീതിയല്ല. അവര് ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് എങ്ങനെ സംസാരിക്കുന്നു ആ രീതിയിലൊക്കെയാണ്. നമ്മളിപ്പോ സിനിമയായിട്ട് തോന്നൂല. കാരണം ഞങ്ങൾ ബേസിക്കലി ഇപ്പം 40 ദിവസം ഒരുമിച്ചുണ്ടായിരുന്നെങ്കിലും നമുക്കത് സിനിമയായിട്ട് ഫീൽ ചെയ്തിട്ടില്ല. കാരണം എല്ലാവരും കാരവണിൽ ഇറങ്ങി വരുമ്പോൾ തന്നെ ക്യാരക്ടറായിട്ട് ഇറങ്ങി വരുന്നത്. സാധാരണ സിനിമകൾ നമ്മൾ കാണുന്നത് ആസ് ആൻ ആക്ടർ നമ്മളായിട്ട് വരുന്നതാണ്. വലിയ മേക്കപ്പ് ഓവറും കാര്യങ്ങളൊന്നും ഉണ്ടല്ലോ. ഇതിൽ എല്ലാവർക്കും ഭയങ്കര എൻറ്റയർലി ഓപ്പോസിറ്റ് മേക്കപ്പ് ആയതുകൊണ്ട് നമുക്ക് ആ ക്യാരക്ടറായിട്ട് എല്ലാവരെയും നമുക്ക് റെക്കഗ്നൈസ് ചെയ്ത് തുടങ്ങിയത്. അപ്പം അത് വലിയൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ആൻഡ് ഇതിൽ ജാഫർ ചേട്ടൻ ചെയ്തേക്കുന്ന കഥാപാത്രമൊക്കെ റിയൽ ലൈഫിൽ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ തന്നെയാണ് അദ്ദേഹം ചെയ്തേക്കുന്നത്. എനിക്ക് തോന്നുന്നു ആ ലുക്കൊക്കെ അവരുടെ കഥകളൊക്കെ നമ്മൾ കേൾക്കുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര അതിശയമാണ്. ഈ കാടിന്റെ ഉള്ളിൽ പോയി അവർ എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ടോ എന്നിട്ടും അതെ അതെ സർവൈവ് ചെയ്തു എന്നൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര അതിശയമാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്ത്രീകൾക്ക് ഇപ്പൊ ഒരു ധൈര്യം തരുന്ന ഒരു ക്യാരക്ടർ തന്നെയാണ്. ഇപ്പൊ നമ്മളിപ്പോഴും പറയും ശരിക്കും ആ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ അങ്ങനെ ശരിക്കും ഉണ്ടായിരുന്നു അത്രയും ധൈര്യമുള്ള സ്ത്രീകൾ അങ്ങനെ ഉണ്ടല്ലോ ഉണ്ടായിരുന്നു. നമ്മളെല്ലാവരും അത്യാവശ്യം ധൈര്യമുള്ള ആളുകളാണ്. സിറ്റുവേഷൻസ് വരുമ്പോഴാണ് ആ ധൈര്യം പുറത്തേക്ക് വരുന്നത്. പക്ഷെ റേച്ചൽ എനിക്ക് തോന്നുന്നു അവൾ ആ ഒരു കഥാപാത്രം ആ ഒരു ബിഹേവിയർ പാറ്റേൺ അവർക്ക് വന്നത് തന്നെ അവരുടെ ജീവിതത്തിൽ അവർക്ക് അത് മുമ്പ് ഫേസ് ചെയ്ത സാഹചര്യങ്ങൾ അവരുടെ പേരൻസിന്റെ ഭാഗത്തു നിന്നായാലും അവരുടെ ജീവിത സാഹചര്യങ്ങൾക്കനുസരിച്ചിട്ടാണ് അങ്ങനെ ഒരു ക്യാരക്ടർ അവർക്ക് കിട്ടിയേക്കുന്നത്. അത് ചിലപ്പം എന്താ പറയാ ടേം ചെയ്ത് എടുത്തതായിരിക്കും. സ്വയം ഒരു പ്രൊട്ടക്ഷൻ ഒരു ഷീൽഡ് ഇട്ടിട്ട് അവർ ടേം ചെയ്തെടുത്തതായിരിക്കാം. അങ്ങനെ എനിവേ അതൊരു ഭയങ്കര യൂണീക്ക് ആയിട്ടുള്ള ഒരു സ്ത്രീയാണെന്ന് തന്നെ പറയേണ്ടി വരും. ചേച്ചി ഇപ്പൊ ഈ ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് സിനിമ ചെയ്യാന്ന് പറഞ്ഞല്ലോ. അപ്പൊ ആദ്യമായിട്ടൊരു ചേച്ചി തന്നെ നായിക ആവണം അല്ലെങ്കിൽ ഒരു കേന്ദ്ര കഥാപാത്രം ആവണം എന്നുള്ളത് എങ്ങനെയായിരുന്നു ആ സിനിമയിലോട്ട് ഇങ്ങനെ വരാനുള്ള ഒരു കാരണം? അല്ല, അത് ആനന്ദിനിയുടെ ഒരു ഡിസിഷൻ ആയിരിക്കും. കാരണം ആനന്ദിനി എൻ്റെ അടുത്ത് വരുമ്പോഴും ഈ കഥ പറയുമ്പോഴും ഒക്കെ അവർക്ക് ഞാൻ ചെയ്യണം എന്നുള്ളത് ഒരു തോട്ട് തോന്നിയിട്ടുണ്ടായിരിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഒരു ലക്ക്, എൻ്റെ ഒരു ബ്ലെസ്സിങ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. കാരണം അങ്ങനെ ഒരു ഡിസിഷൻ അവർക്ക് വരികയും എൻ്റെ അടുത്ത് കഥ പറയുകയും എനിക്കത് കേട്ടപ്പോൾ തന്നെ ആർക്ക് കേട്ടാലും ഇഷ്ടമാവുന്ന ഒരു അത്രയും ഞാൻ പറഞ്ഞില്ലേ ലേയേഴ്സും ഷെയ്ഡ്സും ഉള്ള ഒരു കഥാപാത്രവും സിനിമയാണത്. അത്രയും
നമ്മൾ ഇതിനു മുമ്പ് ഇങ്ങനെ ഒരു സിനിമ കണ്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഈ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. എൻ്റെ ഓർമ്മകളിൽ ഒന്നും ഞാൻ കണ്ടിട്ടില്ല. അപ്പം ഇതൊരു ഒത്തിരി ഫ്രഷ്നെസ് തരുന്ന, ഈവൻ ദ ഫ്രെയിമും അങ്ങനെയാണ്. ഇപ്പം സ്വരൂപ് ചേട്ടനാണ് ക്യാമറ ചെയ്തേക്കുന്നത്. അദ്ദേഹത്തോട് ആനന്ദിനി പറഞ്ഞത് എനിക്ക് തോന്നുന്നു ഒരു പെയിന്റിങ് പോലെ ആയിരിക്കണം എന്നുള്ളതാണ്. അതിന്റെ വിഷ്വൽസ് കാണുമ്പോഴും അറിയാം, നമ്മൾ തന്നെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇവിടം തന്നെയാണോ ഈ ക്യാമറയെ ക്യാപ്ചർ ചെയ്തേക്കുന്നത് നമുക്ക് തോന്നുന്ന രീതിയിൽ അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് അത് എടുത്തു വെച്ചേക്കുന്നത്. റിയൽ, ഇപ്പൊ നേരത്തെ പറഞ്ഞു റിയൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഈ സിനിമയിൽ കാണിക്കുന്നുണ്ട് പറഞ്ഞു. അപ്പൊ അങ്ങനെ ചെയ്യുന്ന സമയത്ത് അത് ശരിക്കും ഒരു ചാലഞ്ചിങ് അല്ലെങ്കിൽ ഒരു പ്രതീക്ഷ ഉണ്ടാവുമല്ലോ ആളുകൾക്ക്, ഇത് എങ്ങനെയായിരിക്കും എന്നുള്ളത്. ആ ഒരു പ്രതീക്ഷ എത്രത്തോളം ഉണ്ട് ശരിക്കും ഈ സിനിമയ്ക്ക്? ട്രെയിലർ കണ്ടിട്ട് ഞങ്ങൾക്ക് ഭയങ്കര നല്ല റെസ്പോൺസ് ആണ് കിട്ടുന്നത്. ഞങ്ങൾക്ക് കാണാൻ തോന്നുന്നു, നല്ല ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യുന്നു എന്നൊക്കെ പറയുന്ന ഒരു ത്രില്ലർ സ്വഭാവമുള്ള, എന്താ പറയുക, നമുക്കിങ്ങനെ ഇങ്ങനെ കോരിത്തെരിച്ചിരുന്ന് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണെന്ന് ഫീൽ ചെയ്യുന്നു എന്ന് ആളുകൾ പറയുമ്പം അത് പ്രത്യേകം സന്തോഷം നൽകുന്ന കാര്യമാണ്. ആൻഡ് എല്ലാ ആളുകൾക്കും, എല്ലാ ഓഡിയൻസിനും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന ഒരു കംപ്ലീറ്റ് ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് തരുന്ന, നമ്മളെ എന്താ പറയുക, ഒരു പക്ക ഒരു എന്റർടൈനർ ആയിരിക്കും ഈ മൂവി. പിന്നെ ഇതുപോലെ കുറെ ലേയേഴ്സ് ഉണ്ട് എന്ന് പറഞ്ഞു. ഇതിൽ ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു ഘടകം അല്ലെങ്കിൽ ഏതൊരു പ്രതികാരത്തിനെ പറ്റി പറയുന്നിട്ടുണ്ട്, പിന്നെ അതുപോലെ പ്രണയത്തെ പറ്റി പറഞ്ഞു, ഏറ്റവും കൂടുതൽ സ്ട്രൈക്ക് ചെയ്ത ഒരു മൊമെന്റ് ഏതായിരുന്നു ഒരു സിനിമ മൂവി? ഞങ്ങൾ ഏറ്റവും കഷ്ടപ്പെട്ട് ചെയ്തത്, ഫിസിക്കലി മെന്റലി ഒക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ടു, അതേപോലെ തന്നെ കഷ്ടപ്പെട്ടും ചെയ്തത് ഫൈറ്റ് സീക്വൻസ് ആണ്. അത് നെല്ലിയാമ്പതി കാടിന്റെ ഉള്ളിലായിരുന്നു. അവിടുത്തെ ഒരു ടെറൈനും അല്ലെങ്കിൽ ആ ക്ലൈമറ്റും ഒക്കെ ഞങ്ങൾക്ക് അത്യാവശ്യം നല്ല വെല്ലുവിളിയായിരുന്നു. കുറച്ച് ദിവസം ഷൂട്ട് നിർത്തി വെക്കേണ്ടി വന്നിട്ടുണ്ട്. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ കാലെടുത്ത് വെക്കുമ്പോൾ ഫുൾ അട്ടയാണ് അവിടെ, നൈറ്റ് ഷൂട്ട് ആണ്. അപ്പം ഒരു കുന്നിന്റെ മേളും മുഴുവൻ, അതായത് ഒരു കാടിന്റെ ആ ഏരിയ, നമ്മൾ ഷൂട്ട് ചെയ്യുന്ന ഏരിയ മുഴുവൻ ഈ ഉപ്പും ഒക്കെ ഇട്ട് ആർട്ട് ചേട്ടന്മാര് അത്രയും സെക്യൂർ ആയിട്ടൊക്കെയാണ് നമ്മൾ പോയി ചെയ്തത്. അത്ര ബുദ്ധിമുട്ടായിരുന്നു അത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ഓഡിയോ ലോഞ്ചിൽ ഒരു ഇമോഷണൽ ആയിട്ട് ഒരു കാര്യം പറഞ്ഞിരുന്നു, അതായത് സിനിമയിൽ എന്നെ ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്നുള്ളൊരു കാര്യം പറഞ്ഞായിരുന്നു. അപ്പൊ ഞാൻ കടിച്ചു തൂങ്ങി നിൽക്കുകയാണെന്നുള്ളൊരു കാര്യം പറഞ്ഞു. ശരിക്കും അങ്ങനെ ഒരു ഇമോഷണലി പറയാനുള്ള ഒരു കാരണം എന്താ? അവിടെയല്ല, ഞാൻ ഇടയ്ക്ക് പറയാനുള്ള ഒരു കാര്യമാണ്. എന്നാലും ഇത് അതൊരു റിയാലിറ്റിയാണ്. നമ്മള് ഇപ്പൊ 10-20 വർഷമായി സിനിമയില്. സിനിമയിൽ വന്ന ഉടനെ തന്നെ അങ്ങ് ഭയങ്കര ഒരു വേറെ ലെവലിൽ പോയ ആളൊന്നും അല്ല, ഒരു റോളർ കോസ്റ്റർ ജേർണി തന്നെയായിരുന്നു. കുറേ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്, സ്റ്റിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. അപ്പം നല്ല സിനിമകൾ വന്നിട്ടുണ്ട്, അതൊരു ഹ്യൂജ് ബ്ലെസ്സിങ് ആണ്. ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നു. റേച്ചില് പോലുള്ള ഇത്രയും രസകരമായിട്ടുള്ള സിനിമകൾ വരുന്നുണ്ട്. അവിടെ എന്നാലും നമ്മുടെ ഒരു ആഗ്രഹമുണ്ട് ഒരു സിനിമയിൽ, എനിക്ക് ഇതാണ് എൻ്റെ ഒരു പ്ലേസ്, എനിക്ക് ഇങ്ങനെ എത്തണം, ഇതിൽ എത്തിപ്പെടണം എന്നുള്ളൊരു സാധനം ഉണ്ടാവും. അതിൽ എത്തുന്നത് വരെയും നമുക്ക് നമ്മുടെ ആ മനസ്സിൽ ആ ഒരു വിഷമവും സങ്കടമൊക്കെ കിടക്കും. ആൻഡ് ഡെഫിനറ്റ്ലി സിനിമയ്ക്ക് തന്നെ ഒരു ആവശ്യമില്ല, ഞാൻ കടിച്ചു തൂങ്ങി കിടക്കുകയാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ റിയാലിറ്റി തന്നെയാണ്. കാരണം ഇപ്പം എനിക്ക് ചുറ്റുമുള്ള ആളുകൾക്ക് എന്നിൽ ഇത്ര കോൺഫിഡൻസ് ഉണ്ടോ എന്ന് എനിക്കറിയില്ല, എനിക്ക് തോന്നുന്നില്ല. കാരണം പലപ്പോഴും ഇത് ഇനിയിപ്പോൾ അവർ ഒന്നും ചെയ്യില്ല, അല്ലെങ്കിൽ ഈ സാധനം അല്ലെങ്കിൽ ഫീൽഡ് ഔട്ട് ആവുന്നു, അല്ലെങ്കിൽ ഇനിയിപ്പോൾ അവരെ എന്ത് ചെയ്യാനാ എന്ന് പറയുന്ന ഒരു സാധനം നമ്മൾ അതിന്റെ ബിഗിനിങ് തൊട്ടേ, ആദ്യത്തെ സിനിമ തൊട്ടേ നമ്മൾ ഇതിങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന സാധനമാണ്. അതങ്ങനെ പറയാനാണ് ആളുകൾക്ക്, ചുറ്റുമുള്ള ആളുകൾക്ക് കൂടുതൽ ഇഷ്ടം. അതിൽ നിന്നും അതല്ല എന്നെ കൊണ്ട് പറ്റുമല്ലേ, എനിക്ക് ഇനിയും കഴിവുകൾ എന്താണ് പുറത്തേക്ക് എടുക്കാനുണ്ട് എന്നുള്ളൊരു സാധനം, അത് നമ്മുടെ മാത്രം തലയിലുള്ള, നമ്മുടെ മാത്രം ആവശ്യമാണ്. അപ്പൊ അതിനുവേണ്ടിയാണ് ഞാൻ ഫൈറ്റ് ചെയ്യുന്നതും ഈ സ്ട്രഗിൾ ചെയ്ത് ഇവിടെ നിൽക്കുന്നതും കടിച്ചു തൂങ്ങി നിൽക്കുന്നതും ഒക്കെ. അല്ല ശരിക്കും അതൊരു ഇമോഷണൽ ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു പറഞ്ഞത്. അതിൽ കുറെ കാര്യങ്ങൾ അതിൽ അടങ്ങി നിൽക്കുന്നുണ്ട് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഏറ്റവും വിഷമമുള്ള കാര്യം സ്ത്രീ കഥാപാത്രങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക്. ഒരു മെയിൽ ആണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി ഡോമിനേഷൻ ഡെഫിനറ്റ്ലി നമ്മുടെ ഇൻഡസ്ട്രിയിലുണ്ട്. പക്ഷെ അത് അങ്ങനെയാണ്, അതിന്റെ ആ ഒരു സെറ്റിങ്സ് അങ്ങനെയാണ് വന്നിരിക്കുന്നത്. സോ അതിനൊരു മാറ്റം പറഞ്ഞു. ഇപ്പം ലോക പോലെയുള്ള സിനിമകളൊക്കെ വലിയൊരു വിജയമായി മാറി. അത് നമുക്ക് ഒത്തിരി പ്രതീക്ഷ നൽകുന്ന കാര്യമാണ്. അല്ല എനിക്ക് തോന്നുന്നു ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ കുറച്ചുകൂടി വിമൻ സെൻട്രിക് ക്യാരക്ടേഴ്സ് കൂടുതൽ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഈ ഒരു കാലഘട്ടത്തിലാണ് ഒരു തീരെ അത് കുറഞ്ഞു വരുന്ന ഒരു സിനിമ ചെയ്തു, അടുത്ത സിനിമയിൽ ആ ഒരു ക്യാരക്ടർ ആയിരിക്കും അല്ലെങ്കിൽ ആ ഒരു നടി ആയിരിക്കില്ല ഉണ്ടാവുക, പുതിയ ഒരാളായിരിക്കും. അങ്ങനെ എപ്പോഴും തോന്നിയിട്ടുണ്ടോ അങ്ങനത്തെ ഒരു കാര്യം? അങ്ങനെയുള്ള സിനിമകൾ അറ്റംപ്റ്റ് ചെയ്താലും ഒരു പ്രേക്ഷകരുടെ ഒരു അക്സെപ്റ്റൻസ് എത്രത്തോളം കിട്ടുന്നുണ്ട് എന്നുള്ളതിനനുസരിച്ചിട്ടാണ് അടുത്തൊരു സിനിമയ്ക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നത് ഇവിടെ. അപ്പം അതിൽ ഡെഫിനറ്റ്ലി ഒരു മാറ്റം, ഒരു ഹ്യൂജ് ചേഞ്ച് വരേണ്ടതുണ്ട്, വന്നുകൊണ്ടിരിക്കുന്നു എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പം നമ്മൾ തന്നെ എനിക്ക് വരുന്ന ഒരു
90% സിനിമകളും ഫീമെയിൽ ഓറിയന്റഡ് മൂവീസ് തന്നെയാണ് വരുന്നത്. സ്ത്രീക്ക് പ്രാധാന്യമുള്ള ടൈറ്റിൽ കഥാപാത്രങ്ങളായിട്ടുള്ള ഒത്തിരി സിനിമകൾ എന്നെ തേടി വരുന്നുണ്ട്. നമ്മൾ സ്ക്രിപ്റ്റ് വായിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ എൻ്റെ മനസ്സിലുള്ളത്, ഇത് ചെയ്താൽ, ഇത് ഞാൻ ചെയ്യുമ്പം പ്രേക്ഷകർ അത് അക്സെപ്റ്റ് ചെയ്യുകയും അല്ലെങ്കിൽ അതുപോലെ ആ സിനിമയെ മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ഒരു ടീമുമായിരിക്കണം ആ സിനിമയായിട്ട് വരുന്നത്. ഇല്ലെങ്കിൽ നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് നമ്മുടെ സ്വപ്നമാണ്, നമ്മുടെ പാഷനാണ്. അത് പ്രോപ്പറായിട്ട് മുമ്പോട്ട് കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു ടീമിന്റെ കൂടെ നമുക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല. ഹണി ചേച്ചി നേരത്തെ പറഞ്ഞു സംഘടന രംഗങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്തെങ്കിലും ഇഞ്ചുറീസ് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്? പിന്നെ ഇഞ്ചുറിയേ ഉണ്ടായിരുന്നുള്ളൂ. ലൈക്ക് നമ്മൾ ഷൂട്ട് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഷൂട്ട് കഴിയുമ്പോൾ വണ്ടിയെ കാലെടുത്ത് വെക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ബോഡി ഫുൾ ചതവും ഒക്കെ ആയിരിക്കും, പഞ്ചറായിരിക്കും. അപ്പോൾ അത് പക്ഷെ അത് നമ്മുടെ ജോലിയുടെ ഭാഗമാണ്. അതൊക്കെ അതിന്റെ രീതിയിൽ, കാരണം ഇതിന്റെ ഫൈറ്റ്സ് ഒക്കെ ആയാലും നാടൻ തല്ലാണ്. അപ്പൊ അത് അതിന്റെ ഏറ്റവും റിയലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിൽ തന്നെ എടുത്തേക്കുന്നത്. അപ്പൊ അടി കിട്ടാന്ന് പറഞ്ഞത് അത്യാവശ്യം അല്ല, ശരിക്കും പറഞ്ഞാൽ എല്ലാവരുടെ ഒരു വിജയം തന്നെ, അല്ലെങ്കിൽ എല്ലാവരുടെ ഒരു കൂട്ടായ്മ തന്നെയാണ് സിനിമയുടെ വിജയം എന്ന് പറഞ്ഞത്. ഇത്ര ഇഞ്ചുറീസും അല്ലെങ്കിൽ ഈ ടെക്നിക്കൽ ടീംസിന്റെ എത്ര ബുദ്ധിമുട്ടുകളും പ്രയത്നം കൊണ്ട് തന്നെ ഒരു സിനിമ പുറത്തു വരുന്നത്. അതെല്ലാവരും ഈ റിവ്യൂ ചെയ്യുന്ന ആളുകളൊക്കെ, നെഗറ്റീവ് പറയുന്ന ആളുകളൊക്കെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ റേച്ചൽ റിലീസ് ആവാൻ പോവുകയാണ് വേൾഡ് വൈഡ്. അപ്പോൾ ഇത് നല്ലൊരു സിനിമയായി തരട്ടെ. ഇനിയും ഇതുപോലുള്ള പവർഫുൾ ആയിട്ടുള്ള ക്യാരക്ടർ ചേച്ചിക്ക് ഉണ്ടാവട്ടെ, എല്ലാവരും ഓർമ്മിക്കപ്പെടുന്ന ക്യാരക്ടർ ഇനിയും ഉണ്ടാവട്ടെ ഞാൻ ആശംസിക്കുകയാണ്. അപ്പോൾ സിനിമയ്ക്ക് ഞാൻ വലിയൊരു ആശംസ നേരാണ്. വളരെയധികം നന്ദി. താങ്ക് യു.